ഇതാണ് നമ്മുടെ കണ്ണൂരെ കോക്ടെയിൽ. നമ്മളൊരിക്കൽ മുത്തപ്പനെ കാണാനായിട്ട് പറശ്ശിനിയിൽ പോയപ്പോൾ കണ്ണൂരിലെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ കണ്ണൂർ വന്നിട്ട് മുത്തപ്പന് മാത്രമല്ല കണ്ണൂരിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അതും കൂടെ കുടിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മൾ കണ്ണൂർ പോയി കോൾടെക്സിലെ കോക്ടെയിലിൻ്റെ ഷോപ്പിൽ നിന്ന് കണ്ണൂർ കോക്ടെയിലൊക്കെ കുടിച്ചു. സംഭവം കുഴപ്പമില്ല, പൊളിയാണ്, നൈസായിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഒരിക്കൽ ഗുരുവായൂരുള്ള ഒരു ഷോപ്പിൽ നിന്ന് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചപ്പോൾ കണ്ണൂരും ഗുരുവായൂരും തമ്മിലുള്ള ദൂര വ്യത്യാസത്തിൻ്റെ അത്രയും വ്യത്യാസം അതിൻ്റെ ടേസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള സാധനം കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് അല്ല ഗുരുവായൂരിൽ നിന്ന് കണ്ണൂർ വരെ പോകുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലല്ല. വർഷത്തിലൊരിക്കലാണ് നമ്മളെ മുത്തപ്പനെ തന്നെ കാണാൻ പോണേ. അപ്പോൾ പിന്നെ അത്രയും നാൾ നമുക്കിത് കുടിക്കാതിരിക്കാനും പറ്റില്ല. ടേസ്റ്റ് ഉണ്ട്, നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കുടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. വേവിച്ച ക്യാരറ്റ്, പപ്പായ, പാല്, ഐസ്ക്രീം, ഷുഗർ. അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല പേസ്റ്റായി അടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് നട്ട്സും പോമിഗ്രാനൈറ്റും അനാറുമാണ് അവരിടുന്നത്. എൻ്റെ കയ്യിൽ നട്ട്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അനാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് നല്ല തണുപ്പിൽ കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പപ്പായയുടെ റേഷ്യോ കൂടരുത് കേട്ടോ. പപ്പായയുടെ റേഷ്യോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്, ആ പപ്പായയുടെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് നിൽക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും.